ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജോക്കി മെഷീനിൽ നമ്മൾ എങ്ങനെയാണ് ത്രെഡിങ്ങും ബോബിനിൽ നൂല് ചുറ്റലും ഒക്കെ ചെയ്യുന്നതെന്നാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന മോഡൽ DDL5550N എന്ന് പറയുന്ന മോഡലാണ്. ഇത് ഓൾമോസ്റ്റ് 10 ഇയർ മേലെ ആയിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റാൻഡിലൂടെ നമുക്ക് ത്രെഡ് കോർത്തെടുക്കാനുള്ളതാണ്. ഇതിൻ്റെ താഴെ 2 ത്രെഡ് സ്പൂളുകളാണ് വന്നിരിക്കുന്നത്. ഒരെണ്ണം നമുക്ക് മെഷീനിലോട്ട് ഇങ്ങനെ ത്രെഡ് ചെയ്യുന്നതിനും പിന്നെ മറ്റത് നമുക്ക് ബോബിനിൽ ത്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലെ ത്രെഡ് സ്പൂളാണ് നമ്മളിപ്പോൾ മെഷീനിലേക്ക് ത്രെഡ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ നൂലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പം ഇതിനെ നേരെ മുകളിലേക്ക് കാണുന്ന ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഫസ്റ്റ് ഹോളിലൂടെ ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇനി ഇത് നേരെ വലിച്ചിട്ട് നമ്മൾ താഴേക്കാണ് വരുന്നത്. ഈ ഭാഗത്ത് ഇങ്ങനെ 2 ഹോളുകൾ ഉണ്ടായിരിക്കും. ഇതിൽ ആദ്യത്തെ ഹോളിൽ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് പിന്നിലൂടെ വന്നിട്ട് ഒന്നുകൂടി താഴത്തെ ആ ഒരു ഹോളിലൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതായത് ഒരു എസിൻ്റെ ഷേപ്പിൽ നമ്മൾ ഉള്ളിലേക്ക് പോകുന്നു, തിരിച്ച് പിന്നിലേക്ക് വരുന്നു, എന്നിട്ട് പുറത്തേക്ക് വരുന്നു. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു ലിവറിലേക്കാണ്. പിന്നെ പുതിയ മെഷീനിലൊക്കെ ഇവിടെ തന്നെ ഒരു ഡിസ്ക് കൂടി കാണാറുണ്ട്. അങ്ങനെയുള്ള ഡിസ്ക് ഉണ്ടെങ്കിൽ നമ്മൾ മുകളിലത്തെ ഹോളിന് പകരം താഴത്തെ ഹോളിലാണ് ആദ്യം ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഡിസ്കിലൂടെ ഒരു റൗണ്ട് ഇങ്ങനെ നമ്മൾ ചുറ്റിയിട്ടാണ് അടുത്ത ഒരു സെക്ഷനിലേക്ക് പോവുക. ജനറലി ഞാൻ ത്രെഡിങ് ചെയ്യുന്ന സമയത്ത് ഈ ഫസ്റ്റിലത്തെ 2 സ്റ്റെപ്പും സ്കിപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് ഈ മുകളിലത്തെ സ്റ്റാൻഡിൽ ഞാൻ കോർക്കാറില്ല. പിന്നെ ഈ കാണുന്ന ഈ ഒരു ഡബിൾ ഹോളുള്ള ഈ ഒരു കമ്പിയിൽ ഞാൻ കോർക്കാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ത്രെഡ് പൊട്ടിപ്പോകാറുണ്ട്. ഇത് രണ്ടും ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് ഞാൻ ഈ കാണുന്ന ഈ ഒരു ലിവറിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഇവിടെ മേളിലുള്ള ഹോളിലൂടെ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ത്രെഡ് ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് അതേ ത്രെഡ് തന്നെ ഒന്നുകൂടി വലിച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് താഴത്തെ ഹോളിലൂടെ ഇൻസേർട്ട് ചെയ്ത് ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ത്രെഡിന് ഈ ഒരു ലൂപ്പിനുള്ളിലൂടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മേളിൽ നിന്ന് കോർത്തും കൊടുക്കാം. അതിനുശേഷം ഈ താഴെ കാണുന്ന ഡിസ്കിൻ്റെ 2 വീലിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മേളിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ചെറിയ കമ്പിയാണ് സ്പ്രിങ് ചെക്ക്. ഈ സ്പ്രിങ് ചെക്കിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കയറ്റിയിട്ട് നമ്മളിങ്ങനെ താഴേക്ക് വലിക്കുമ്പോൾ ആ ഒരു സ്പ്രിങ് ഇങ്ങനെ മൂവ് ആവുന്ന കാണാം. അതിനുശേഷം ഈ താഴെ റിവേഴ്സ് എൽ ഷേപ്പിൽ കാണുന്ന ഈ ഒരു കമ്പിയുടെ ഉള്ളിലൂടെ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ത്രെഡ് മുകളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ത്രെഡ് ടേക്കപ്പ് ലിവർ. നമ്മൾ ഇതിലൂടെ ഒന്ന് നൂല് കോർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കണ്ട പോലെ തന്നെ ഒരു ലൂപ്പ് ഇവിടെയും ഉണ്ട്. അതിലും ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നേരെ വരുന്നത് സൂചിയുടെ മുകളിലുള്ള ഈ ഒരു പോർഷനിലേക്കാണ്. ഇവിടെയും ഒരു സ്പ്രിങ് പോലെ ഒരു സംഭവം നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് അത് കറക്റ്റ് ആ ഒരു സെൻറ്റർ പൊസിഷൻ നമ്മളെ ഫേസ് ചെയ്ത് വെക്കുന്ന വിധത്തിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിയിരിക്കാറുണ്ട്. അതിൽ കൊടുത്തതിന് ശേഷം നമ്മളിനിയിപ്പം ഈ നീഡിലിന് തൊട്ട് മുകളിൽ കാണുന്ന ഈ ഒരു പ്ലേറ്റിൽ ഒരു ചെറിയ ഹോളുണ്ട്. ആ ഒരു ഹോളിലൂടെ ഈ ഒരു ത്രെഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ നീഡിലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നമുക്കിങ്ങനെ നൂല് കോർത്ത് കൊടുക്കാം. ഇപ്പോൾ ശരിക്കും നമ്മുടെ മേൽഭാഗത്തുള്ള ത്രെഡിങ് കംപ്ലീറ്റ് ആയിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ത്രെഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ത്രെഡിനെ ഈ പ്രഷർ ഫുട്ടിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഗ്യാപ്പിലൂടെ പിന്നിലേക്ക് വലിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇനി ബോബിൻ ത്രെഡിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു സ്പൂളിലേക്ക് ഞാൻ ത്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഈ ഒരു ത്രെഡ് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ മേളിലുള്ള ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഹോളിലൂടെ ഇൻസേർട്ട് ചെയ്ത് താഴേക്ക് കൊണ്ടുവരണം. അതിനുശേഷം നമ്മൾ ഈ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഹോളില്ലേ, ആ ഒരു ഹോളിലൂടെ ത്രെഡ് കൊടുത്തതിന് ശേഷം പുതിയ മെഷീനിലൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ഡിസ്ക് കാണാറുണ്ട്. ആ ഒരു ഡിസ്കിലൂടെ ചുറ്റിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്നത്. അതിനുശേഷം നമ്മൾ ബോബിൻ ഇങ്ങനെ ഒന്ന് ചുറ്റിയതിന് ശേഷം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ബോബിനിൽ നൂല് ചുറ്റുന്ന സമയത്ത് ഈ ഒരു മേളിലത്തെ ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ ഒന്ന് കോർത്ത് കൊടുക്കാറില്ല. ഡയറക്റ്റായിട്ട് തന്നെ നേരെ താഴേക്ക് വന്നിട്ട് ഈ കാണുന്ന ഈ ഒരു ഹോളിലേക്ക് ഒന്ന് കോർത്ത് കൊടുക്കാറുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് ഈ ബോബിനിലേക്ക് ഇങ്ങനെ ഒരു 2-3 ചുറ്റുമാണ് ചെയ്യുന്നത്. 2-3 ചുറ്റിയതിന് ശേഷം ഞാനിതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെഷീൻ ഓൺ ആക്കുന്നുണ്ട്. ഇപ്പോൾ മാക്സിമം ഫില്ലിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ബോബിൻ കേസിൻ്റെ ഈ ക്ലോസ്ഡ് ആയ ഭാഗം നമ്മുടെ നേർക്ക് തിരിച്ചു വെച്ചതിന് ശേഷം ഈ ബോബിൻ്റെ നൂല് റൈറ്റിലേക്ക് വരുന്ന വിധത്തിൽ വെക്കുക. അതിനുശേഷം ഈ ഒരു ബോബിൻ നമുക്ക് ഈ കേസിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഭാഗത്തൊരു ചാല് കാണുന്നുണ്ട്. ആ ഒരു ചാലിലൂടെ നമുക്ക് നൂല് പിന്നിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ പിന്നിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഒന്നുകൂടി റൈറ്റിലേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് നേരെ ആ ഒരു ഗ്യാപ്പിലൂടെ ഉള്ളിലേക്ക് പോയിട്ട് പുറത്തേക്ക് വരുവാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബോബിൻ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിപ്പം ഈ ഒരു ബോബിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു ഹോൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു മെഷീനിൽ ഒരു നോബും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഹോളിലേക്ക് ഈ നോബ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു ഒച്ച കേൾക്കും. ദാറ്റ് മീൻസ് അത് കറക്റ്റായിട്ട് സെറ്റായി എന്നാണ് അർത്ഥം. ഇനി മേളിലുള്ള നൂലൊന്നും ഇങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോബിനുള്ള നൂല് മുകളിലേക്ക് വരും. ഇനി 2 നൂലും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു പ്രഷർ ഫുട്ടിൻ്റെ സെൻറ്ററിലൂടെ ബാക്കിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ്ങിന് റെഡിയാണ്. മെഷീൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് വരുന്ന ഗ്രീൻ ബട്ടനാണ് പവർ ബട്ടൺ. ഇത് മെഷീൻ ഓൺ ആക്കുന്നതിനും തൊട്ടിരിക്കുന്ന റെഡ് ബട്ടൺ ഓഫ് ആക്കുന്നതിനും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ലിവർ നമുക്ക് റിവേഴ്സ് സ്റ്റിച്ച്, അതായത് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ഒരു സ്റ്റിച്ചിട്ട് ലോക്ക് ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു നീ കൺട്രോൾ ഉണ്ട്. ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പ്രഷർ ഫുട്ട് അപ്പ് ആൻഡ് ഡൗൺ ആക്കാൻ പറ്റും. ഇപ്പം നമ്മൾ നീ കൊണ്ടല്ല ഇത് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഈ മെഷീൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ലിവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രഷർ ഫുട്ട് അപ്പ് ആൻഡ് ഡൗൺ ആക്കാൻ പറ്റും. പക്ഷേ ഇത് ബാക്ക് സൈഡിലായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നീ കൊണ്ട് തന്നെയായിരിക്കും ഇത് യൂസ് ചെയ്യാറുള്ളത്. ഈ കാണുന്നതാണ് ഫുട്ട് പെഡൽ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ഡിസ്റ്റൻസിലുള്ള സ്റ്റിച്ച് വീഴും. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് സ്റ്റിച്ച് ആണെങ്കിൽ നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ ലോങ് ആയിട്ടുള്ള സ്റ്റിച്ച് വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പം സ്റ്റിച്ചിങ് ലെഗ് കൊണ്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് പിന്നിലേക്ക് പോകുന്നുണ്ട്, എന്നിട്ട് തിരിച്ച് മുന്നിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ വിഡ്ത്ത് അറിയാനാണ്. ഇപ്പോൾ ഏറ്റവും കുറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ വിഡ്ത്തിലാണ് വരിക. ഇപ്പോൾ സ്റ്റിച്ച് ഇത് കണ്ടപ്പോൾ നോക്കുമ്പോൾ വളരെ കുഞ്ഞി സ്റ്റിച്ചായിട്ടാണ് വരിക. പക്ഷെ ഞാനിപ്പോൾ 5 ഇട്ട് കൊടുക്കുകയാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെയാണെങ്കിൽ വലിയ സ്റ്റിച്ചാണ് വരിക. പിന്നെ ഇതിന് നമുക്ക് മറ്റേ സാധാ മെഷീനിലുള്ള പോലെ കട്ടറൊന്നുമില്ല. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നല്ല ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് വരുന്നത്. ഇവിടെ വളരെ ചെറുതായിട്ട് കുനുകുലാന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വ്യത്യാസം വരുന്നത്. പവർ ഓഫ് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.